പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ധ്യാനിക്കാം. സ്വർഗം നമുക്ക് തരുന്ന വലിയ സന്ദേശങ്ങൾ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. പ്രിയരെ, ലോക ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയുടേത്. ലോകത്ത് പല സാമ്രാജ്യങ്ങളും ഉത്ഭവിക്കുകയും വളരുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2000 വർഷങ്ങളായി തകർക്കപ്പെടാത്ത, ഇന്നും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാമ്രാജ്യമേ ഉള്ളൂ. പല അധികാരികളും രാജാക്കന്മാരും തകർക്കാൻ ശ്രമിച്ചിട്ടും അവരുടേതായ രീതിയിൽ അവരുടെ ശ്രമങ്ങൾ അവർ ചെലവഴിച്ചിട്ടും നിരാശയോടെ അവർ നിന്നുപോയ ഒരു സാമ്രാജ്യമേ ഈ കത്തോലിക്ക സഭ എന്ന പേരിൽ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ ഈശോ മിശിഹ സ്ഥാപിച്ച സാമ്രാജ്യമാണ്, നമ്മുടെ സഭയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായി സുവിശേഷം അധ്യായം 16-18 തിരുവചനം. ഈശോ പറയുകയാണ്, നീ പത്രോസാണ്, ഈ പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭ പണിയും, നരകത്തിന്റെ കവാടങ്ങളൊന്നും തന്നെ അതിനു നേരെ പ്രബലപ്പെടുകയില്ല. പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദ്യ നൂറ്റാണ്ട് മുതൽ ലോകത്തിലെ എല്ലാ ശക്തികളും, സാത്താന്റെ ശക്തികളും അതിശക്തമായി കത്തോലിക്ക സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടും സഭ എന്തുകൊണ്ട് അവയെ ചെറുത്തുനിന്നു, പ്രതിരോധിച്ചു, അനുദിനം ശക്തിപ്പെടുന്നു എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സ്ഥാപിച്ചതും ഈശോയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ ഒരു സഭയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയരെ, ഈ സഭയ്ക്ക് ചുറ്റും കോട്ട കെട്ടി ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ശത്രുവിനെ ചെറുത്തു തോൽപ്പിക്കാനും അങ്ങോട്ട് കയറി ആക്രമിക്കാനും ഈ സഭയ്ക്ക് ചുറ്റും, ഈ രാജ്യത്തിനു ചുറ്റും, ഈ സാമ്രാജ്യത്തിനു ചുറ്റും ഒരു സൈന്യ നിരയുണ്ട്. ഈ സൈന്യ നിരയ്ക്കൊരു സൈന്യാധിപയുണ്ട്. അവളാണ് പരിശുദ്ധ കന്യകാമറിയം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നാം ഈ മണിക്കൂറുകൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധ വചനത്തിൽ അമ്മയെ പറ്റി എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെ ആത്മാവിന്റെ സൂചനയുണ്ട്. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വാക്കും സാന്നിധ്യവും അവിടെയുണ്ട്. അമ്മയോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാരുടെ ഹൃദയം, അവരുടെ ചിന്തകൾ ഒരു വേള പാളിപ്പോയപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്തിന് ഞങ്ങളോടൊപ്പം വരുമോ എന്ന ചിന്തയോടെ അവരിങ്ങനെ ഭയന്നിരുന്നപ്പോൾ അവരെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയല്ലേ? അമ്മയവരുടെ മധ്യേ സിഹിയോൻ മാളികയിലിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി സ്വർഗത്തിന്റെ കവാടം തുറന്ന് ആത്മാവിനെ വാങ്ങിക്കൊടുത്തു എന്നല്ലേ നമ്മൾ വായിക്കുക? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അമ്മ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. സഭയ്ക്കെതിരെ വരുന്ന പ്രതിരോധങ്ങളെ തകർക്കാൻ, ശത്രുക്കളെ ചിഹ്നഭിന്നമാക്കാൻ, എതിർശക്തികളെ മാറ്റിക്കളയാൻ അമ്മ ആത്മാവ് കൊണ്ട് നമ്മയും നിറയ്ക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വത്സല മക്കളെ, വിശുദ്ധ ആൻസലം പരിശുദ്ധ അമ്മയെ പറ്റി ഇങ്ങനെയാണ് എഴുതി വെക്കുക: മറിയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു ആത്മാവ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ പിശാചിന് സാധ്യമല്ല. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു ആത്മാവിനെ തൊടാൻ പിശാചിനോ അവന്റെ സൈന്യത്തിനോ ശക്തിക്കോ സാധ്യമല്ല എന്നാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിന്നാലുണ്ടല്ലോ, പരിശുദ്ധ അമ്മ നമ്മുടെ വശത്ത് ഇങ്ങനെ നിന്നാലുണ്ടല്ലോ, ഒരു സാത്താന്റെ ശക്തിക്കും അവന്റെ ഒരു സേനയ്ക്കും നമ്മെ തൊടാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്രയും വേണം, അത്രയുമേൽ പരിശുദ്ധ അമ്മയുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി ആത്മാവ് കൊടുത്തിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിന്റെ ഗ്രന്ഥം വരെ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പറ്റി സൂചിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം ഈ എതിർപ്പിന്റെ അരൂപിയെപ്പറ്റിയും വചനം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്കെതിരെ പിശാചും അവന്റെ സൈന്യങ്ങളും ഇത്രമേൽ ശക്തിയോടെ യുദ്ധം ചെയ്യാൻ കാരണം? വിശുദ്ധ വചനം പറയും, ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 3 നമ്മൾ കാണും, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വീണുപോയ ആദ്യ മനുഷ്യൻ
ദൈവം അവന് സ്നേഹത്തോടെ അവനൊരു വാഗ്ദാനം കൊടുക്കും. നിന്റെ വീഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്താൻ ഒരുവൻ വരും. അവൻ വരിക ഒരു കരുത്തുറ്റ സ്ത്രീയിലൂടെയാണ്. ഈ അമ്മയെപ്പറ്റി ആദ്യ താളുകളിൽ പറയുന്നിടത്ത് തന്നെ സാത്താന്റെ സൂചനയുണ്ട്. വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കും, വെളിപാട് ഗ്രന്ഥത്തിൽ ദണ്ടുകൊണ്ട് ഒരു സഭയെ, സമൂഹത്തെ നയിക്കാൻ പോകുന്നവനെ പ്രസവിക്കുന്ന സ്ത്രീ, ആ സ്ത്രീയോട് യുദ്ധം ചെയ്യുന്ന സർപ്പം, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ, പരിശുദ്ധയായ കൃപകൾ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ സാത്താൻ നിരന്തര യുദ്ധത്തിലാണ്. അതുകൊണ്ടാണ് സഭ പറയുക, ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അമ്മയുടെ കൈ പിടിക്കുകയാണ്, അമ്മയുടെ ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. എതിർപ്പുകൾ ഉണ്ടായേക്കാം, യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പക്ഷേ അമ്മ നമ്മളെ കൈവിടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ദൈവം ഇങ്ങനെ മനുഷ്യനോട് കൂടെ ഉലാത്താൻ ഇറങ്ങും. ഒരു ദിനം ദൈവം ഇങ്ങനെ മനുഷ്യനെ കാണാനും സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനും വരുമ്പോൾ രണ്ടുപേരെയും കാണാനില്ല. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വീണുപോയ ആദവും ഹവ്വയും ദൈവത്തിന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവം ചോദിക്കും, ആദം നീ എവിടെയാ? ഹവ്വ നീ എവിടെയാ? അവര് പറയും, ഞാൻ വീണുപോയി. എന്നോട് പിശാചു പറഞ്ഞു, സർപ്പം പറഞ്ഞു, നീ ഇനി ദൈവത്തിന്റെ മകനല്ല, മകളല്ല. അവൻ പറഞ്ഞു, നീ കഴിക്കരുതെന്ന് പറഞ്ഞ ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്ക്, നീ ദൈവത്തെ പോലെയാകും. എന്റെ പ്രിയരെ, ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വായിക്കണം. പിശാചു പറയുക, നീ ഫലം കഴിക്ക്, നിങ്ങൾ എന്നെ പോലെയാകുമെന്നല്ല പറയുക. അവനറിയാം ഞാൻ ഭംഗിയില്ലാത്തവനാണ്. പിശാചിനറിയാം ഞാൻ കഴിവുകെട്ടവനാണ്. പിശാചിനറിയാം ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോയവനാണ്. പിശാചിനറിയാം ഞാൻ വിശുദ്ധിയില്ലാത്തവനാണ്. പിശാചിനറിയാം ഞാൻ തേജസ് നഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ പറയും, എന്നെ പോലെയാകുമെന്നല്ല, നീ ദൈവത്തെ പോലെയാകും. പിശാചിനറിയാം ദൈവം ശ്രേഷ്ഠൻ, അവൻ ആകാരരൂപൻ, അവൻ ഭംഗിയുള്ളവൻ, അവൻ തേജസ്സുള്ളവൻ, അവൻ അധികാരി. കണ്ടോ, മനുഷ്യനത് വീണുപോകും, അവനത് ചിന്തിക്കണില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ പിശാചിന്റെ വാക്ക് കേട്ട് നിരാശയോടെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തോട് അവൻ പറയും, പിശാചനോട് പറഞ്ഞു, ഞാൻ വീണുപോയി, ഇനി ഞാൻ ദൈവത്തിന്റെ മകനെന്നോ മകളെന്നോ അറിയപ്പെടാൻ യോഗ്യനല്ല, ഞാൻ തേജസ് നഷ്ടപ്പെട്ടു പോയി. അവൻ എന്നോട് പറഞ്ഞു, നീ ഇനി ജീവിതത്തിൽ വിജയിക്കില്ല, നീ പരാജയപ്പെടാനുള്ളവൻ, പരാജയപ്പെടാനുള്ളവൾ. ദൈവം പറഞ്ഞു, ആര് നിന്നോട് പറഞ്ഞു? ആരാ നിന്നോട് പറഞ്ഞത് നീ ദൈവത്തിന്റെ മകനും മകളും അല്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ തേജസ് നഷ്ടപ്പെട്ടെന്ന്? ആരാ പറഞ്ഞത് നിന്റെ മഹത്വം ഇല്ലാതായെന്ന്? ആരാ പറഞ്ഞത് നിനക്കിനി ജീവനില്ലെന്ന്? പിശാചിനോട് ദൈവം പറയും, നീ എന്റെ മകളെ, നീ സ്ത്രീയെ വഞ്ചിച്ചല്ലേ, നീ എന്റെ മകനെ വഞ്ചിച്ചല്ലേ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ഒരു കഥ കണക്കേ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ദൈവം പിശാചിനോട് ചോദിക്കും, സർപ്പമേ, നീ എന്റെ മകനെയും മകളെയും സന്തോഷമുള്ള സ്ഥലത്ത് നിന്ന് വഞ്ചിച്ച് താഴേക്കിട്ടല്ലേ? ഇതിനു പ്രതികാരമായി നിനക്ക് വഞ്ചിക്കാൻ പറ്റാത്ത, നിനക്ക് കീഴടക്കാൻ സാധിക്കാത്ത, നിനക്ക് തകർക്കാൻ പറ്റാത്ത, നിന്റെ കുതന്ത്രങ്ങളിൽ വീഴാത്ത ഒരു സ്ത്രീയെ ഞാൻ ഉയർത്തും. ആ സ്ത്രീയിൽ നിന്ന് നിന്നെ തകർക്കാനുള്ളവൻ പുറത്തേക്ക് വരും. ആ സ്ത്രീ നിന്റെ തലയിൽ കാലു ചവിട്ടും, അവൻ നിന്നെ തകർത്തു കളയും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അവിശ്വാസമുണ്ടെങ്കിലും ദൈവം നമ്മോട് പറയുന്ന ചില വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കുന്നില്ലെങ്കിലും അവൻ ഒരു വാക്കു പറഞ്ഞാൽ വാഗ്ദാനം നിറവേറ്റുന്നവനാണെന്ന് പിശാചിനറിയാം. സാത്താൻ അതുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു, ആരാണ് എന്നെ തകർക്കാൻ വരുന്നവൻ? ആരാണ് എന്നെ തകർക്കാൻ വരുന്നവന് ജന്മം കൊടുക്കാൻ പോകുന്ന സ്ത്രീ? അതുകൊണ്ടവൻ ആബേലിനെയും കായേനെയും നോട്ടപ്പുള്ളികളാക്കി. ദൈവത്തിന് പ്രീതികരമായ ഒരുവനായിരുന്നു ആബേൽ എന്നതുകൊണ്ട് പിശാച് ചിന്തിച്ചു, ഇവനായിരിക്കുമോ എന്നെ തകർക്കാൻ വരുന്നവൻ? കായേന്റെ മനസ്സിൽ ദുഷ്ടത ഉണർത്തി ആബേലിനെ അവൻ കൊന്നുകളഞ്ഞു.
പിന്നീട് അവൻ മോശയെ നോട്ടപ്പുള്ളിയാക്കി. പിശാച് കരുതി, ഇനി മോശയാണോ എന്നെ തകർക്കാൻ വരുന്നവൻ? മോശക്കെതിരെ അവൻ കുതന്ത്രങ്ങൾ ഒരുക്കി, മോശയെ കെണിയിൽപ്പെടുത്താൻ നോക്കി. പൂർവപിതാക്കന്മാരെ ഓരോരുത്തരെയും, പ്രവാചകന്മാരെ ഓരോരുത്തരെയും പിശാച് നോട്ടപ്പുള്ളികളാക്കി മാറ്റി. അവൻ നോക്കിയിരിക്കുകയാണ്. ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പൂർത്തീകരിക്കാൻ ആ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഈ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള എന്റെ തല തകർക്കാൻ വരുന്നവൻ ആരാണെന്നവൻ നോക്കിയിരിക്കുകയായിരുന്നു. ആരാണവന് ജന്മം കൊടുക്കാൻ പോകുന്ന സ്ത്രീ? അങ്ങനെ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന്റെ കാലം കഴിഞ്ഞ് മലാക്കി പ്രവാചകന്റെ യുഗത്തിന് ശേഷം ഏതാണ്ട് 400ഓളം വർഷത്തോളം നാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം നിലയ്ക്കപ്പെട്ട കാലം. അങ്ങനെ 400 വർഷത്തെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ നിശബ്ദതയ്ക്ക് ശേഷമാണ് നസറത്തിൽ ഒരു കുഞ്ഞു മുറിയിലിരുന്ന് ദൈവത്തെ ശരണപ്പെട്ട് എളിമയോടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന ഒരുവളുടെ മുൻപിലേക്ക് സ്വർഗത്തിന്റെ ദൂതുമായി ഒരു ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എളിമ കൊണ്ട് സ്വർഗത്തിലേക്ക് വളർന്ന, എളിമ കൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന ആ മറിയം എന്ന സാധാരണ യുവതിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആ പരിശുദ്ധാത്മാവ് ആ യുവതിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ ഇട്ടു. ആ വചനം ഈശോ നമുക്ക് രക്ഷ നൽകുന്നവനായി ഈ ഭൂമിയിലേക്ക് കാലെടുത്തു വെച്ചു. ഈ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എത്രമേൽ വലുതാണെന്ന്, തകർക്കാൻ ശ്രമിച്ചിട്ടും തകർക്കപ്പെടാത്ത ഒന്നാണെന്ന് പിശാചിനു മനസ്സിലായി. ഇന്നും അവൻ ആദ്യ നാളുകളിൽ ചെയ്തതുപോലെ കരുതിക്കൂട്ടി കെണിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു, പ്രതിരോധം സൃഷ്ടിക്കുന്നു, ആക്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയെ തകർക്കാൻ, തൊടാൻ പോലും അവന് സാധ്യമല്ലല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സന്തോഷത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ശക്തിയുടെയും കൂടെ ഇരുന്നാണ് ഇന്ന് അന്ത്യകാല പ്രവാചികയിൽ പരിശുദ്ധ ഫാത്തിമ മാതാവിനെ പറ്റി ചിന്തിക്കുക. 1913 പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ ദർശനങ്ങൾക്ക് മുന്നോടിയായി കാലം എങ്ങനെ ഒരുക്കപ്പെടുകയായിരുന്നു. കാലം ഒരുക്കപ്പെടാൻ കാരണം ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ശക്തിയുള്ള രാജ്യങ്ങൾ 2 ചേരികളിലായി യുദ്ധം ആരംഭിച്ചു. 1914 അമേരിക്കയുടെ ഒരു യാത്രാ കപ്പലിനെ എതിരാളികൾ ആക്രമിച്ച് നശിപ്പിച്ചതോടെ അമേരിക്കയും യുദ്ധമുഖത്തേക്ക് കാലെടുത്തു വെച്ചു. പിന്നീട് ഒരു 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ലോകം ഇതുവരെ കാണാത്ത രീതിയിൽ, രാഷ്ട്രങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ കനത്ത നാശനഷ്ടങ്ങൾക്കും ആളുകളുടെ മരണത്തിനും ഈ ഒന്നാം ലോക മഹായുദ്ധം കാരണമായി. അങ്ങനെ തകർന്ന രാഷ്ട്രങ്ങളുടെ, തകർന്ന സാമ്പത്തികമായ നിലയുടെ, ജീവൻ നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കുന്ന ലോകത്തിന്റെ മധ്യയിലേക്കാണ് പരിശുദ്ധ മാതാവ് പോർച്ചുഗലിലെ ഫാത്തിമയിൽ സന്ദേശവുമായി ഇറങ്ങി വരിക. ഒരു കഥ പോലെ നമുക്കിത് വായിച്ചു കേൾക്കണം. ഒരു കുഞ്ഞു കഥ പോലെ നമ്മളിത് കേൾക്കണം. 3 കുഞ്ഞു മക്കൾക്കാണ് പരിശുദ്ധ കന്യകാമറിയം ദർശനം കൊടുക്കാൻ തീരുമാനിക്കുക. ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ. ലൂസിക്ക് അന്ന് 12 വയസ്സ്, ജസീന്തയ്ക്ക് അന്ന് 6 വയസ്സ്, ഫ്രാൻസിസ്കോ 8 വയസ്സുകാരൻ. അങ്ങനെ കുഞ്ഞു ബാലനും ബാലികമാർക്കും പരിശുദ്ധ അമ്മ തന്റെ സ്വർഗത്തിന്റെ സന്ദേശവും ദർശനവും കൊടുക്കാൻ മനസ്സായി ഇറങ്ങി വരുന്നു. പക്ഷെ അമ്മയ്ക്കറിയാം, സ്വർഗത്തിന്റെ ദൂതികയായി എന്നെ കാണാൻ, സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ, ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ, ഈ സന്ദേശങ്ങൾ ലോകത്തോട് പറയാൻ ഇവരൊരുക്കപ്പെടണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ 1917 മെയ് മാസം തുടങ്ങി 6 മാസക്കാലം തുടർച്ചയായി ഈ 3 കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിന്റെ ദർശനങ്ങൾ നൽകാൻ ഇറങ്ങി വന്നു എന്നാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോവുക. എന്നാൽ ഇതിനു മുൻപൊരു കഥയുണ്ട്. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ കാണാൻ ഒരുങ്ങാൻ, ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ സ്വർഗത്തിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരുക്കാൻ, ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ, ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ടവരാകാൻ, ഈ കുഞ്ഞുങ്ങൾ കാണുന്ന കാര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാൻ സ്വർഗം ഒരു ദൂതനെ നേരത്തെ അയക്കും.
പരിശുദ്ധ അമ്മയെ കാണുന്നതിന് മുൻപ് ഈ 3 കുഞ്ഞുങ്ങളെയും സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചക്കൊരുക്കുന്നതിന് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരും. 1917 ദൈവത്തിന്റെ ദൂതൻ ആദ്യമായി കുഞ്ഞുങ്ങൾ ആടുമേയിച്ചിരുന്ന സ്ഥലത്തേക്ക് അവരുടെ മധ്യേ ഇറങ്ങി വരും. സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ, ഇവരുടെ മാതാപിതാക്കൾ പാവപ്പെട്ടവർ, ധാരാളം ആടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആടുമേയ്ക്കാൻ പോയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ ആടുമേയ്ക്കുന്നതിനിടയിലുള്ള ഒരു വിശ്രമ സമയത്തിനിടയിലാണ് സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി വരിക. അന്താളിച്ചു പോയ കുഞ്ഞുങ്ങളോട് സ്വർഗത്തിന്റെ ദൂതൻ പറയും, ഞാൻ പോർച്ചുഗലിന്റെ മാലാഖ, ഞാൻ സമാധാനത്തിന്റെ മാലാഖ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാൻ വന്നിരിക്കുകയാണ്. ഒരു രഹസ്യം നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ മാലാഖയോട് ചേർന്ന് അവരല്പസമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കൊടുവിൽ മാലാഖ അപ്രത്യക്ഷനാകും. ഈ കുഞ്ഞുങ്ങൾ ഭയന്നു പോയത് കൊണ്ട് ആരോടും ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ കുറച്ച് ദിനങ്ങൾക്ക് ശേഷം 2ാം തവണ മാലാഖ പ്രത്യക്ഷപ്പെടും. 1917 മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ ഈ മാലാഖ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ആദ്യ തവണത്തെ ദർശനത്തിൽ തന്നെ മാലാഖ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ്. എന്റെ പ്രിയരെ, അച്ഛൻ ഈ പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോ നിങ്ങൾ അച്ഛനോട് കൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങളുടെ മൊബൈലിലൂടെയോ ടിവിയിലൂടെയോ നിങ്ങളിത് കേൾക്കുമ്പോ സ്വർഗത്തിന്റെ ദൂതൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിലൂടെ വീണ്ടും ഇപ്പോൾ ഉയരട്ടെ. അച്ഛൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ അച്ഛനോട് ചേർന്ന് ഒരുമിച്ച് ഏറ്റു ചൊല്ലണേ. മാലാഖ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ വെക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയെ വിശ്വസിക്കാത്തവർക്കും ആരാധിക്കാത്തവർക്കും പ്രത്യാശ വെക്കാത്തവർക്കും സ്നേഹിക്കാത്തവർക്കും വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നോ ദൈവത്തിന്റെ ദൂതൻ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്? ദൈവത്തിന്റെ ദൂതൻ പറയും, നമ്മുടെ ഈശോയെ ലോകത്തിലെ ആളുകൾ എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ആ വേദന കുറയ്ക്കാൻ വേണ്ടി പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ 1ാമത്തെ ദർശനത്തിൽ ഈ പ്രാർത്ഥന ദൂതൻ പഠിപ്പിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന മുഴുവൻ ഓർമ്മയില്ലെങ്കിലും അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഈ പ്രാർത്ഥന തുടർന്നുള്ള ദിനങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൂതൻ 2ാം തവണ വന്നപ്പോൾ ഒരുമിച്ചിരുന്ന് വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലി. ദൂതൻ ഈ കുഞ്ഞുമക്കളോട് പറഞ്ഞു, അടുത്ത തവണ ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ എങ്ങനെ ഒരുങ്ങണമെന്നോ, നിങ്ങൾ പ്രാർത്ഥന ചൊല്ലണം, പരിത്യാഗത്തിന്റെ പ്രവർത്തികൾ ചെയ്യണം. ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും, ഞങ്ങൾ എങ്ങനെയാണ് ഈ പരിത്യാഗത്തിന്റെ പ്രവർത്തികൾ ചെയ്യേണ്ടത്? ദൂതൻ പറഞ്ഞു കൊടുക്കും, ഈശോയെ കാണുന്നതിന് മുൻപ്, ഞാൻ പറയുന്ന രഹസ്യം നിങ്ങൾ അനുഭവിക്കുന്നതിന് മുൻപ്, അത് സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകള്, വേദനകള്, പരിഭവങ്ങള് നിങ്ങൾ ഒരു പരാതിയുമില്ലാതെ സ്വീകരിക്കണം. ബോധപൂർവം ഈശോയെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഈ ത്യാഗങ്ങൾ കാഴ്ചവെക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അവർക്കറിയാവുന്ന രീതിയിൽ അവർ പരിത്യാഗ പ്രവൃത്തികളൊക്കെ എടുക്കാൻ തുടങ്ങി. ഇനി 3ാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ ദൂതൻ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അത്ഭുതത്തോടെ കാണുന്നുണ്ട്, ഈ ദൈവത്തിന്റെ ദൂതന്റെ കയ്യില് ഒരു കാസയും പീലാസയും ഉണ്ട്. ഈ പീലാസയുടെ കാസയുടെ മുകളില് ദിവ്യകാരുണ്യ ഈശോ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. തിരുവോസ്തിയിലെ ദിവ്യകാരുണ്യ ഈശോയുമായിട്ട് ഈ ദൈവത്തിന്റെ ദൂതൻ, പോർച്ചുഗലിന്റെ ദൂതൻ, സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്താൻ വന്നിരിക്കുന്ന ദൂതൻ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് പറയും, നിങ്ങളുടെ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും എല്ലാം സ്വർഗത്തിന് ഇഷ്ടമായി. ഇനി നിങ്ങൾ ഈ രഹസ്യം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ യോഗ്യരായി. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പഠിക്കാം, പ്രാർത്ഥിക്കാം എന്ന് ദൈവത്തിന്റെ ദൂതൻ അവരോട് പറയും. സ്വർഗത്തിന്റെ ദൂതൻ പഠിപ്പിച്ച 2ാമത്തെ പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവർ അച്ഛനോട് ചേർന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ അധരം കൊണ്ടൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? പിതാവ്,
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏറ്റവും പരിശുദ്ധ തൃത്വമേ, ഞാൻ അങ്ങയെ അഗാധമായി സ്നേഹിച്ച് ആരാധിക്കുന്നു. അങ്ങയെ വ്രണപ്പെടുത്തുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ എല്ലാ വിശുദ്ധ സക്രാരികളിലും എഴുന്നള്ളിയിരിക്കുന്ന ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തിന്റെയും അനന്തമായ യോഗ്യതകളാൽ നിർഭാഗ്യരായ പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിന്റെ ദൂതൻ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ പരിത്യാഗ പ്രവൃത്തിയിലൂടെ ഒരുങ്ങിയ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിന്റെ ദൂതൻ ദിവ്യകാരുണ്യ ഈശോയെ നൽകും. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവാൽ നിറഞ്ഞു കഴിഞ്ഞ ഈ കുഞ്ഞുങ്ങൾ സ്വർഗത്തിന്റെ സൗന്ദര്യ തികവായ പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് ഒരുക്കപ്പെടും. അങ്ങനെയാണ് 1917 മെയ് മാസത്തിന് 13-ാം തീയതി ആടുമേയിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു പ്രകാശം കാണും. ആകാശത്ത് അസാധാരണമായ ഒരു ഇളക്കം കാണും. അങ്ങനെ ശക്തമായ പ്രകാശത്തിലേക്ക് കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഭയന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ആ പ്രകാശത്തിൽ നിന്നിറങ്ങി വന്നൊരു സ്ത്രീ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നിരിക്കണത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നിരിക്കുക, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീയാണ്. വാ. കുഞ്ഞുങ്ങൾ ഭയന്നെങ്കിലും ഈ കാഴ്ച അവരുടെ മനസ്സിനെ സന്തോഷമുള്ളതാക്കി മാറ്റും. ആ സ്ത്രീയുടെ പ്രസരിപ്പ്, ആ സ്ത്രീയുടെ സാന്നിധ്യം നൽകുന്ന ഒരു സന്തോഷം, സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോഴുള്ള ആ സ്ത്രീയുടെ സംസാരം എല്ലാം ഇവരെ ആകർഷിക്കും. അങ്ങനെ സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന്റെ തികവായ സ്വർഗീയ അമ്മ ഈ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അടുക്കൽ വന്ന കുഞ്ഞുങ്ങളോട് അമ്മ പറയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ പറയും, ഇത്രയും സന്തോഷമുള്ളൊരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന അമ്മ, ഈ സ്ത്രീ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടോ? ഇവര് പറയും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ അമ്മ പറയും, എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അടുത്ത 6 മാസക്കാലം എല്ലാ മാസത്തിന്റെയും 13-ാം തീയതി ഇവിടെ വരണം. ഇവിടെ വരിക മാത്രമല്ല, ഓരോ തവണയും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം? നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്? 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിനു വേണ്ടി, അസമാധാനത്തിലായിരിക്കുന്ന ലോകത്തിനു വേണ്ടി, പരസ്പരം യുദ്ധത്തിലൂടെ പോരടിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി, ദൈവസ്നേഹത്തെ തിന്മ കൊണ്ട് വേദനിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി, ബോധപൂർവം ദൈവസ്നേഹത്തെ വേണ്ടെന്ന് വെക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ത്യാഗമെടുത്ത് പരിഹാരമെടുത്ത് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അമ്മ പറയും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ ക്ലേശങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഭയക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഇത്രയും പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം അമ്മ തന്റെ 2 കരങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടും. ഒരു പ്രകാശത്താല് ഇവരങ്ങനെ സന്തോഷത്തിലാകും. അവർ കണ്ണു തുറക്കുമ്പോഴേക്കും അമ്മയെ കാണില്ല. ഇവർ വേഗം മുട്ടുകുത്തി നിന്ന് മാലാഖ പഠിപ്പിച്ച, നമ്മൾ അല്പസമയം മുമ്പ് ഒരുമിച്ച് ഏറ്റുചൊല്ലിയ പ്രാർത്ഥന ചൊല്ലി, ദൈവസ്നേഹത്തെ വേദനിപ്പിക്കുന്ന എല്ലാവർക്കും എതിരായി, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി, ദൈവസ്നേഹം നിറയാൻ വേണ്ടി, കരുണ ദൈവം ചൊരിയാൻ വേണ്ടി മുട്ടുകുത്തിയെന്ന് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ അവർ വീട്ടിൽ പോകും. അധികം ആരോടും ഇത് പങ്കുവെക്കുന്നില്ലെങ്കിലും വീട്ടിലെ ഏറ്റവും അടുത്ത മാതാപിതാക്കളോടും ചില ബന്ധുക്കളോടും മാത്രം ഇവർ പറയും. ചില ആളുകൾ ഇവരെ കളിയാക്കും, മാതാപിതാക്കള് അല്പമൊക്കെ വിശ്വസിക്കും. കാരണം ഈ കുഞ്ഞുങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ.
ദൈവം ഇവരെ കാണാൻ വന്നു എന്നതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇവര് പ്രാർത്ഥിച്ച് 1 മാസക്കാലം ത്യാഗമെടുത്ത് പരിഹാര പ്രവൃത്തികളിലൂടെ തങ്ങളെ തന്നെ ഒരുക്കും. ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ ഉള്ളില് പ്രാർത്ഥനയുടെ ഒരു പ്രചോദനം കൊടുക്കും. അങ്ങനെ 1917 മെയ് മാസം കഴിഞ്ഞു. ജൂൺ 13-ാം തീയതി ഇവരിങ്ങനെ പതിവ് പോലെ ആടിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഇവര് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇന്ന് തീർച്ചയായും സ്വർഗത്തിന്റെ ആ സ്ത്രീ ഇറങ്ങി വരും. ആ സ്ത്രീയെ വീണ്ടും കാണണം. ആ സ്ത്രീ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കണം. ആ സ്ത്രീ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്കും പോണം. അവരിങ്ങനെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ ഏതാണ്ട് 50ഓളം ആളുകള് ആ പരിസരത്ത് അവിടെയും ഇവിടെയൊക്കെ വന്ന് നിൽക്കണുണ്ട്. ഈ ആളുകള് സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യാൻ പോണത്, ആരാണ് ഇവരോട് സംസാരിക്കാൻ പോണത്. അങ്ങനെ അവർ പരസ്പരം സംശയങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കാണുകെ ആകാശത്തൊരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം ഇവരുടെ അടുക്കലേക്ക് നീങ്ങി വരുന്നതായിട്ട് ഈ കണ്ടു നിന്നിരുന്ന 50ഓളം ആളുകൾ കാണും. പക്ഷേ പരിശുദ്ധ അമ്മയെ ഈ കുഞ്ഞുങ്ങൾ മാത്രമേ കാണൂ. ഈ അമ്മയെ കണ്ടതോടെ ഈ കുഞ്ഞുങ്ങള് നിർവൃതിയിലായി മുട്ടുകുത്തി നിന്ന് ആരോടോ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുകൾ നട്ട് സംസാരിക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ അമ്മ ഇവരോട് ചോദിക്കും, കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇവര് പറയും, അമ്മേ എല്ലാ ദിനവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിനവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പറയും, ഓരോ ദിനവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ വേദനകളുടെ രഹസ്യം ധ്യാനിക്കുമ്പോൾ, ഓരോ രഹസ്യത്തിന് ശേഷവും ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് ഓരോ രഹസ്യത്തിന് ശേഷവും ഇന്നും നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഓ എന്റെ ഈശോയെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് നിന്ന് ചൊല്ലും. എന്നിട്ട് അമ്മ പറയും, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന്. ഞാൻ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ലൂസി ചോദിക്കും, എന്നെ കൊണ്ടുപോകില്ലേ? ലൂസിയോട് പരിശുദ്ധ അമ്മ പറയും, നീ അല്പനാൾ കൂടി ഇവിടെ ജീവിക്കണം. കാരണം ഞാൻ പരിശുദ്ധ അമ്മയാണ്, ഞാൻ ജപമാലയുടെ രാജ്ഞിയാണ്. നീ ഇവിടെ ആയിരിക്കണം. എന്റെ വിമല ഹൃദയത്തിന്റെ ഭക്തി ഈ ലോകത്തുള്ള ആളുകളോട് പ്രചരിപ്പിക്കാനും ഇത് പഠിപ്പിക്കാനും നീ ഈ ലോകത്തിൽ കുറെ നാളുകൂടി ജീവിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ കാണാതാവും. ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകും, സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത. ഈ അമ്മ വന്നിരിക്കുന്ന സന്തോഷത്തിന്റെ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയേക്കാം. ലൂസിക്ക് ചെല്ലൊരു നിരാശ തോന്നിയെങ്കിലും ലൂസി വിചാരിക്കും, എനിക്കും പോകാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരു തുറന്ന് 1 മാസക്കാലം വീണ്ടും അവർ പ്രാർത്ഥിച്ചൊരുങ്ങും. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യുദ്ധം നിൽക്കാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഇവര് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ 3-ാമത്തെ ദർശനം ജൂലൈ മാസം 13-ാം തീയതി. ജൂലൈ 13-ാം തീയതി ഈ 50 ആളുകൾക്ക് പുറമെ ഏതാണ്ട് 200-ലധികം ആളുകൾ ഇത് കേട്ടും കണ്ടും അറിഞ്ഞ് അവിടെ ഒരുമിച്ച് കൂടി. ഈ ആളുകൾക്ക് സംശയമാണ്, ഇതെന്തോ ഇവിടെ നടക്കുന്നുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളെ പോലെയല്ല ഇവര് പ്രാർത്ഥിക്കുക. സാധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതിനേക്കാളും ഒരു പ്രകാശം ഇവരുടെ മുഖത്തുണ്ട്, ഇവരുടെ വാക്കുകളിലും നടപ്പിലുമുണ്ട്. ഇവരുടെ പെരുമാറ്റം മാറിപ്പോയി. ഇവരുടെ ഉള്ളിൽ എന്തോ സന്തോഷം നിറഞ്ഞിട്ടുണ്ട്. ഇവരാരെയോ കണ്ടിട്ടുണ്ട്. ഈ തടിച്ചുകൂടിയ ആളുകൾ എല്ലാവരും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന ആശങ്കയോടെ, അത്ഭുതത്തോടെ, വിസ്മയത്തോടെ കാഴ്ച കാണാൻ 13-ാം തീയതി വീണ്ടും ഒരുമിച്ച് വരും. അങ്ങനെ അന്നും പരിശുദ്ധ അമ്മ ഇവരുടെ മുൻപിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധ അമ്മ പറയും, ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ കുഞ്ഞുങ്ങളെ അരികിലേക്ക് വിളിക്കും. തന്റെ 2 കരങ്ങളും അമ്മ വിരിച്ചു കാണിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ എന്ത് കാണുന്നു? ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ ഭയന്നുപോയി. അത്രയും നേരം പ്രസന്നമായിരുന്ന, പ്രകാശം നിറഞ്ഞിരുന്ന, പുഞ്ചിരിയോടെ സംസാരിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ മുഖഭാവം പെട്ടെന്ന് മാറ്റപ്പെട്ടു. ഈ കുഞ്ഞുങ്ങൾ എന്തോ ഭീകരമായ കാഴ്ച കാണുന്നത് പോലെ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇവരുടെ ശരീരം വിറക്കുന്നത് ആളുകൾ കണ്ടു. ഇവരെന്താണ് കാണുന്നതെന്ന് ആളുകൾക്ക് അത്ഭുതമായി. പിന്നീട് ഈ കുഞ്ഞുങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ നരകത്തിന്റെ കാഴ്ച കണ്ടു. പരിശുദ്ധ അമ്മ ഞങ്ങളെ നരകത്തിന്റെ കാഴ്ച കാണിച്ചു തന്നു. ദൈവസ്നേഹത്തെ വേണ്ടെന്ന് പറഞ്ഞു ജീവിച്ചവർ, ദൈവസ്നേഹത്തെ ബോധപൂർവം ഉപേക്ഷിച്ചവർ,
തിന്മയിൽ മുഴുകി ജീവിച്ചവർ, ബോധപൂർവം ദൈവത്തെ തള്ളിപ്പറയുകയും നിന്ദിക്കുകയും ചെയ്തവർ, അവസാന നാളിൽ വീണുപോയ നരകത്തിന്റെ കാഴ്ച പരിശുദ്ധ അമ്മ അവരെ കാണിച്ചു കൊടുത്തു. പുഴുവരിക്കുന്ന ശരീരത്തോടെ, വേദനയോടെ ആത്മാക്കൾ ഓടി നടക്കുന്നത്, അവരുടെ ശരീരത്തെ തീയങ്ങനെ ചുട്ട് ചാമ്പലാക്കുന്നത്, അവരലറിക്കരയുന്നത്, അവരുടെ മുഖത്തുള്ള ഭീതി ഈ കുഞ്ഞുങ്ങൾ 3 പേരും കണ്ടു ഭയന്നു വിറച്ചു. ഈ കുഞ്ഞുങ്ങൾ ഏതാണ്ട് ബോധം നഷ്ടപ്പെട്ടവരെ പോലെയായി. പരിശുദ്ധ അമ്മ കൈകൾ മാറ്റിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്ന് അവർ കണ്ട കാഴ്ച മാഞ്ഞുപോയി. പരിശുദ്ധ അമ്മ അവരോട് പറയും, മക്കളെ, നിങ്ങൾ പേടിക്കരുത്. അമ്മ ഈ കാഴ്ച നിങ്ങളെ കാണിച്ചു തന്നത് എന്തിനാണെന്നോ നിങ്ങൾ ആളുകളോട് പറയണം. ദൈവസ്നേഹത്തെ നിങ്ങൾ ബോധപൂർവം ഉപേക്ഷിക്കല്ലേ, ദൈവസ്നേഹത്തെ നിങ്ങൾ തള്ളിപ്പറയല്ലേ. ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞാൽ, രക്ഷയ്ക്കുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയാൽ അവസാനം നമ്മൾ ചെല്ലേണ്ട സ്ഥലം ഇതായിരിക്കുമെന്ന് നിങ്ങൾ ആളുകളോട് പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് പറയും, യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പുരോഹിതന്മാരോടും പിതാവിനോടും പറയണം, റഷ്യയെ എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ റഷ്യ തന്റെ ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും അങ്ങനെ ഭയങ്കരമായ ഒരു വിശ്വാസത്തിന്റെ തകർച്ചയുണ്ടാവുകയും ചെയ്യും. അമ്മ പറയും, പക്ഷെ മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, എന്റെ വിമല ഹൃദയം അവസാനം വിജയം വരിക്കും. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ മാതാവിന്റെ ദർശനങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്ത അമ്മ നമ്മോട് പറഞ്ഞ ഈ ആശ്വാസത്തിന്റെ വാക്കാണ്. എന്ത് പ്രശ്നമുണ്ടായാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്റെ വിമല ഹൃദയം വിജയം വരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ അങ്ങനെ 4-ാമത്തെ മാസത്തെ ദർശനത്തിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടും, ഒരുങ്ങാൻ പറയും. ആഗസ്റ്റ് മാസം 13-ാം തീയതി ഈ കുഞ്ഞുങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്രയും നാൾ ഉള്ളതിനേക്കാളും കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ ആരെയോ കാണുന്നുണ്ടെന്നും എന്തൊക്കെയോ ഈ കുഞ്ഞുങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ടെന്നും ഈ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ തങ്ങളുടെ നാടിന് ഭീഷണിയാണെന്നും മനസ്സിലാക്കിയ ഭരണാധികാരികളും മേയറും ഈ കുഞ്ഞുങ്ങളെ 13-ാം തീയതി തടവിലാക്കും. ഈ മലയുടെ മുകളിലേക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ ഈ കുഞ്ഞുങ്ങൾ എത്തിയാലല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഇവരെ സൂത്രം പറഞ്ഞ് കാണാനായിട്ട് വിളിപ്പിച്ച് സംസാരത്തിനിടയിൽ ഇവരെ വീടിനകത്ത് തടങ്കലിലിടും, മേയർ പൂട്ടിക്കളയും. അങ്ങനെ 13-ാം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കണില്ല. പരിശുദ്ധ അമ്മയെ കാണാനുള്ള സ്ഥലത്തേക്ക് ഇവർക്ക് എത്താനും പറ്റണില്ല. പിന്നീട് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം ഇവരിങ്ങനെ വലിയ സങ്കടത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ, ഞങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റണില്ല, എപ്പോഴാ ഞങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റുക? അങ്ങനെ ഓഗസ്റ്റ് മാസം 19-ാം തീയതി ആളുകളുടെ എതിർപ്പ് കാരണം ഈ കുഞ്ഞുങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്ന് മേയർക്കും അധികാരികൾക്കും ഇവരെ മോചിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഓഗസ്റ്റ് മാസം 19-ാം തീയതി മലയുടെ മുകളിലേക്ക് ഓടി. ആശ്ചര്യകരമായ ഒരു കാഴ്ച കുഞ്ഞുങ്ങൾ കണ്ടു. അവിടെ ഇതാ ഒരു മഴവില്ല്. ഈ മഴവില്ലിനിടയിലൂടെ പരിശുദ്ധ അമ്മ ഇവരെ കാണാൻ വന്നിരിക്കുക. അമ്മ ഇവരോട് പറയും, ഞാൻ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയം ഒരിക്കൽ ഉയരും. മക്കളെ, നിങ്ങൾ പിതാവിനോട് പറയണം, ഞാൻ നിങ്ങളെ കാണാൻ സ്വർഗത്തിന്റെ സന്ദേശം പറയാൻ വന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെടണം. ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. പിതാവിനോട് ഇക്കാര്യം അവർ പറയാൻ ഓടും. അതിനു മുമ്പ് അമ്മ ഇവരോട് പറയും, എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തുടർന്ന് ചെയ്യണം. പാപികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിഹാര പ്രവൃത്തി ചെയ്യണം. കാരണം പരിശുദ്ധ അമ്മ പറയും, കുഞ്ഞുങ്ങളെ, ഈശോയുടെ സ്നേഹത്തിൽ നിന്നും മാറി നടക്കുന്ന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ഇവിടെ ആരുമില്ല. ലോകത്തിൽ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം, എല്ലാവരും സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ഓടിക്കിടക്കുന്നു. സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന, തിന്മയിലേക്ക് വീണുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ത്യാഗമെടുക്കാൻ, പരിഹാരമെടുക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആളുകളോട് പറയണം, ത്യാഗമെടുത്ത് പരിഹാരമെടുത്ത് പ്രാർത്ഥിക്കേണ്ട സമയമായി. അങ്ങനെ കുറെ ആളുകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞുവെന്ന് പറയണം. ഇനി കാഴ്ചകളെല്ലാം, ഈ വർത്തമാനങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങള് പിതാവിനോട് പറയും. ദേവാലയം നിർമ്മിക്കുന്ന കാര്യം കുറെ ആളുകൾ അവിശ്വസിക്കും. പിതാവ്, നമുക്ക് സംസാരിക്കാം, തീരുമാനിക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് പറഞ്ഞുവിടും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ 5-ാമത്തെ ദർശനം. എന്നാൽ ഈ 5-ാമത്തെ ദർശനമായപ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളോട് ആരോ സംസാരിക്കുന്നുണ്ടെന്നും
എന്തോ ആ ദേശത്ത് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നും ആരൊക്കെയോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുവെന്നും ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അത്ഭുതകരമായ ചില ഇടപെടലുകൾ, ചിലരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, രോഗശാന്തികളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 5ാമത്തെ ദർശനമായപ്പോഴേക്കും 30,000 ആളുകൾ ആ മലയിലും മലയുടെ പരിസരത്തുമായി തടിച്ചുകൂടി. അവരുടെ ഇടയിലൂടെ ഈ കുഞ്ഞുങ്ങള് പരിശുദ്ധ കന്യകാമറിയത്തെ, സ്വർഗത്തിന്റെ സന്തോഷം പറയാൻ വരുന്ന ഈ അമ്മയെ കാണാനായിട്ട് മലയുടെ മുകളിലേക്ക് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ 30,000 ആളുകളോളം എല്ലാവരും ആരുടെയും നിർബന്ധമില്ലാതെ പരസ്യമായി ആളുകളുടെ എതിർപ്പ്, ഭരണാധികാരികളുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ജപമാലയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല പ്രാർത്ഥനയുടെ അവസാനം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒരു ദീപകണക്കിന് ഒരു പ്രകാശം അനങ്ങുന്നത് അവർ കണ്ടു. ഈ ആളുകൾ കണ്ടു നിൽക്കേ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഈ പ്രകാശം വന്ന് നിശ്ചലമായി. അങ്ങനെ ആളുകളുടെ മേൽ റോസാപ്പൂക്കൾ പോലെ എന്തോ വന്ന് വീഴാൻ തുടങ്ങി. ആ പ്രകാശം കുട്ടികളോട് കുറെ നേരം സംസാരിച്ചതിന് ശേഷം സൂര്യൻ നിൽക്കുന്ന ദിക്കിലേക്ക് പോയി അപ്രത്യക്ഷമായി അതിലേക്ക് ലയിക്കുന്നത് ആളുകൾ കണ്ടു. അത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണെന്ന് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടും അവിശ്വസിച്ചിരുന്ന ആളുകൾ എല്ലാവരും അന്ന് മനസ്സിലാക്കി. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ കരുതല്ലേ. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇവർക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്ന് ആളുകൾ കരുതാൻ തുടങ്ങി. അങ്ങനെ ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇവര് പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ കൈകളിൽ തീ വെച്ച് നോക്കി. ഇവരെ കുത്തി മുറിവേൽപ്പിക്കാനും നോവിക്കാനും തുടങ്ങി. പക്ഷേ അമ്മയെ കണ്ട സന്തോഷത്തില്, അമ്മയോട് സംസാരിക്കുന്ന ആവേശത്തില് ഈ വേദനകളും കയ്യിലെ പൊള്ളലുകളും എല്ലാം ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഈ കുഞ്ഞുങ്ങള് ഒരു അത്ഭുതകരമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു. ആളുകൾക്ക് ബോധ്യമായി നമ്മുടെ ബുദ്ധിക്കിനപ്പുറം, നാം ചിന്തിക്കുന്നതിനപ്പുറം എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇവരോട് പറയാൻ തുടങ്ങി, എങ്കിൽ പരിശുദ്ധ അമ്മ ഇനി വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതം, ഒരടയാളം തരാൻ പറയണം, ഞങ്ങൾ വിശ്വസിക്കട്ടെ. അങ്ങനെ 6ാമത്തെ തവണ പരിശുദ്ധ അമ്മ ഇവർക്ക് ദർശനം നൽകാൻ വന്നപ്പോഴും ഏതാണ്ട് 70,000 ആളുകളാണ് ആ മലയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തടിച്ചുകൂടിയത്. പരിശുദ്ധ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ പറയും, അമ്മേ, ആളുകൾ പറയുന്നത് നമ്മ കേൾക്കണുണ്ടല്ലോ, അമ്മേ, ആളുകൾ പറയണത് അടയാളം വേണമെന്ന, അമ്മയുടെ വന്നു എന്നുള്ളതിന് അടയാളവും വേണമെന്ന, ഒരു അത്ഭുതം കാണണം. അമ്മ പറയും, അത്ഭുതം തരാം, അത്ഭുതം കാണിച്ചു തരാം. അമ്മ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ അമ്മ വരുന്നതിന് മുൻപേ കഠിനമായ മഴ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴയിൽ ആളുകൾ നനഞ്ഞു തോർന്നു, മുഴുവൻ ആളുകളും നനഞ്ഞു കുതിർന്നു. കുറെ ആളുകൾ കുടയൊക്കെ ചൂടി. ഇത്രയും ആളുകൾ മഴയിൽ കുതിർന്നു നിൽക്കുമ്പോൾ ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. ഇവിടെ വല്ലതും നടക്കുവോ? ആരെങ്കിലും വരുവോ? പെട്ടെന്ന് ഓക്കുമരത്തിന് മുകളില് ഒരു വെള്ള മേഘക്കീറില് പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വലിയൊരു പ്രകാശം ഈ ആളുകൾ കണ്ടു. ഈ പ്രകാശം കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. കുഞ്ഞുങ്ങളോട് ഈ പ്രകാശത്തിൽ നിന്ന് ശബ്ദത്തിന്റെ ഈരടികൾ വരുന്നത് അവർ കേട്ടു. കുഞ്ഞുങ്ങളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ഒരു ദേവാലയം പണിയണം, ഞാൻ പരിശുദ്ധ ജപമാല രാജ്ഞിയാണെന്ന് നിങ്ങൾ ആളുകളോട് പറയണം, ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമെന്ന് നിങ്ങൾ ആളുകളോട് പറയണം, ഞാൻ സമാധാനത്തിന്റെ രാജ്ഞിയാണെന്നും ഈ യുദ്ധം അവസാനിച്ച് നിങ്ങളെടുക്കുന്ന പരിത്യാഗ പ്രായശ്ചിത്ത പ്രവർത്തികളുടെ ഫലമായി സൈനികരെല്ലാവരും വീടുകളിലേക്ക് ഉടൻ മടങ്ങുമെന്ന് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഇടയിലുള്ള രോഗികളെ ഞാൻ ഇപ്പോൾ സുഖപ്പെടുത്താൻ പോവുകയാണെന്ന് നിങ്ങൾ ആളുകളോട് പറയണം. എന്നിട്ട് ആളുകളോട് പറയണം, ഇനി എന്റെ ഈശോയുടെ സ്നേഹത്തെ നിങ്ങൾ വേദനിപ്പിക്കരുത്, നിങ്ങൾ പാപം ചെയ്യരുത് എന്ന് ആളുകളോട് പറയണം. ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെ പരിശുദ്ധ അമ്മ ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞ ഉടനെ ആകാശത്തിലെ സൂര്യനിലേക്ക് നോക്കാൻ പറയും. ആളുകൾ എല്ലാവരും സൂര്യനിലേക്ക് നോക്കുമ്പോൾ ആ സൂര്യൻ ഇതാ തൂങ്ങിക്കിടക്കുന്ന ഒരു വെള്ളിപ്പാത്രം പോലെ കാണപ്പെടും. സൂര്യൻ ഇങ്ങനെ ആകാശത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ താഴേക്ക് പൊട്ടി വീഴുമോ എന്ന് തോന്നിക്കുമാറ് സൂര്യൻ ആകാശത്ത് ഇളകാൻ തുടങ്ങും. ഇളകുക മാത്രമല്ല, ആളുകളെല്ലാവരും കണ്ടു നിൽക്കേ സൂര്യൻ ഇങ്ങനെ താഴേക്ക് പതിക്കുന്നതായി കാണാൻ തുടങ്ങും. വലിയായ സൂര്യൻ ഇവരുടെ മേലേക്ക് വീഴുന്നതായിട്ട്, അടുത്തു വരുന്നതായിട്ട് തോന്നിപ്പിക്കുകയും പെട്ടെന്ന് നിശ്ചലമായി പഴയ സ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. അത്ഭുതപ്പെട്ട് അലറി വിളിച്ച് പരിഭ്രാന്തരായി ഓടിപ്പോയ ആളുകൾ മനസ്സിലാക്കും, തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഉണങ്ങിയിരിക്കുന്നു.
അത്ഭുതകരമായ കുതിർന്ന മഴയിൽ കുതിർന്ന വസ്ത്രങ്ങളെല്ലാം ഇപ്പോൾ ഇതാ ഉണക്കപ്പെട്ടിരിക്കുന്നു. സൂര്യനിതാ തൽസ്ഥാനത്ത് പഴയ സ്ഥിതിയിലായിരിക്കുന്നു. ഈ കണ്ടുനിന്ന ആളുകൾ മാത്രമല്ല, ഏതാണ്ട് 25 കിലോമീറ്ററോളം അകലെ ഈ സൂര്യൻ നൃത്തം ചെയ്ത അനുഭവം ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും പത്രങ്ങളിൽ വാർത്തയാവുകയും ചെയ്ത കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്ക് ഗണിച്ചെടുക്കാൻ പറ്റാത്ത, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായ ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഈ കുഞ്ഞുങ്ങളുടെ സന്ദേശത്തെ സ്വീകരിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങളെ പോലെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ പാപികൾക്ക് വേണ്ടി, ദൈവസ്നേഹത്തെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന, വേദന ഏറ്റെടുക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദേശത്തെ ആളുകൾ അവിടെ ഉണരാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ അധികം പീഡിപ്പിച്ചെങ്കിലും, കുറെ തള്ളിപ്പറഞ്ഞെങ്കിലും, ഉപദ്രവിച്ചെങ്കിലും, അവിശ്വസിച്ചെങ്കിലും പിന്നീട് ഒത്തിരി ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, പരിശുദ്ധ ഫാത്തിമ മാതാവ് ഒരു കാലഘട്ടത്തിൽ അസമാധാനം നിറഞ്ഞപ്പോഴും ആ കാലഘട്ടത്തിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായി ഇറങ്ങി വന്നവൻ. ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാമല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തെ നേരിട്ട് കണ്ട ഈ കുഞ്ഞുങ്ങള് സ്വർഗത്തിലേക്ക് തന്നെ എത്തി. ഈ കുഞ്ഞുങ്ങളോട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ കഠിനമായ വേദനകളും ക്ലേശങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടാകാൻ തുടങ്ങി. ഫ്രാൻസിസ് ആണ് ഈ 3 പേരിൽ ഏറ്റവും സന്തോഷമുള്ളയാള്. ഫ്രാൻസിസ്കോയോടാണ് അമ്മ പറഞ്ഞത്, നിന്നെ ഞാൻ ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവനൊരു സൗമ്യനായിരുന്നു, അവനധികം ബഹളം കൂട്ടാത്ത ഒരാളായിരുന്നു. അവൻ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കാതെ മാറിയിരിക്കുന്ന ഒരു മിതഭാഷിയായ ഒരു കുഞ്ഞു ബാലൻ. ഈ കുഞ്ഞു ബാലന്റെ പ്രാർത്ഥനാ ജീവിതവും ചൈതന്യവും ഒക്കെ ഒത്തിരി ആളുകളെ സ്പർശിച്ചു. ഈ ബാലൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആളുകള് ഇങ്ങനെ അത്ഭുതത്തോടെ പറയാൻ തുടങ്ങി, ഓ, ഇവൻ പരിശുദ്ധ അമ്മയെ കണ്ടല്ലേ, ഇവന്റെ ജീവിതം എന്തൊരു ഭാഗ്യമാണ്. പക്ഷേ 1918 ആ ദേശത്ത് പടർന്നു പിടിച്ചൊരു വസന്തപ്പനി ഈ ഫ്രാൻസിസിന്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഫ്രാൻസിസ്കോ ഈ വസന്തപ്പനി ബാധിച്ച് മരണമടഞ്ഞു. അവന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും പഠിക്കാനായിട്ട് സ്കൂളിൽ പോയപ്പോൾ ഫ്രാൻസിസ്കോ പഠിക്കാൻ പോയില്ല. ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകാൻ പോവല്ലേ, ഞാൻ എന്റെ അമ്മയെ കാണാൻ പോകുകയല്ലേ, ഞാൻ എന്തിനാ ഇനി പഠിക്കണത്, ഞാൻ അതിനേക്കാളും വലിയ കാര്യങ്ങളെ കാണാൻ പോകുകയല്ലേ. ഇവർ പഠിക്കാൻ പോകുമ്പോ ഇവൻ ദേവാലയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇവന്റെ പ്രാർത്ഥന, ഫ്രാൻസിസ്കോ എന്ന കുഞ്ഞു ബാലനെടുത്ത ത്യാഗം, പരിത്യാഗ പ്രവൃത്തികള് സ്വർഗം കണ്ടു. അങ്ങനെ അനേകർക്ക് ഇവന്റെ പ്രാർത്ഥനയും ത്യാഗവും എല്ലാം അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെ വസന്തപ്പനി ബാധിച്ച് ഈ ഫ്രാൻസിസ് മരണമടഞ്ഞു. രണ്ടാമത്തെ ആള് ജസീന്തയാണ്. 1919 ജസീന്തയ്ക്കും ഈ പകർച്ചപ്പനി വ്യാപിച്ചു. പക്ഷേ ജസീന്തയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ 2 ആശുപത്രികളിൽ ചികിത്സ നേടും. ആദ്യത്തെ ആശുപത്രിയിൽ നിന്റെ രോഗം ഭേദമാകില്ല, 2ാമത്തെ ആശുപത്രിയിൽ വെച്ച് നീ മരിക്കും. പക്ഷേ ദൈവകൃപ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ പേടിക്കരുത്. അങ്ങനെ ജസീന്തയോട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവളുടെ പകർച്ചപ്പനി മൂർധന്യാവസ്ഥയിലായിരിക്കുമ്പോൾ അവൾക്ക് വയറുവേദന ആരംഭിക്കും, വയറ്റിലൊരു മുഴ വരും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ നിന്ന് 2ാമത്തെ ആശുപത്രിയിലേക്ക് അവളെ മാറ്റും. അവിടെ വെച്ച് പരിശുദ്ധ അമ്മയെ കണ്ട ഈ ജസീന്ത മരണമടയും. ഒത്തിരി ആളുകളുടെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്ത, പരിഹാരം ചെയ്ത, ശരീരത്തില് വേദനയെടുത്ത ഈ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി കിടക്കയിൽ വെച്ച് ജസീന്തയുടെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആളുകളോട് പറയണേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആളുകളോട് പറയണേ. ആശുപത്രിയിലെ രോഗക്കിടക്കയിൽ വെച്ച് പരിശുദ്ധ അമ്മ ഈ ജസീന്തയോട് ദർശനം നൽകി സംസാരിക്കാൻ ഇറങ്ങി വന്നു. അമ്മ പറയും, യുദ്ധത്തെപ്പറ്റിയും പാപത്തെപ്പറ്റിയും വൈദികരെ പറ്റിയും അമ്മ സംസാരിക്കും. യുദ്ധത്തെപ്പറ്റി അമ്മ പറയും, അതിവേഗം യുദ്ധം അവസാനിക്കാൻ പോകുന്നു, പഴയ സ്ഥിതിയിലേക്ക് ലോകം കടന്നു വരാൻ പോകുന്നു. പാപത്തെപ്പറ്റി അമ്മ പറയും, മനുഷ്യരുടെ പാപത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അങ്ങനെ പാപികൾക്ക് വേണ്ടി ത്യാഗമെടുത്തു പ്രാർത്ഥിക്കുന്ന, ഹൃദയം വേദനിക്കുന്ന ഒരാളുകൾ. അമ്മ പറയും, ഈ മനുഷ്യരുടെ പാപം കൊണ്ടാണ് ലോകത്തിൽ യുദ്ധം ഉണ്ടാവുക. ഇനിയും അനുദപിച്ചു പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പരിഹാരമെടുത്ത് ത്യാഗം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഇനിയും ഒരു മഹായുദ്ധം ഈ ലോകത്ത് പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്യും. തങ്ങളുടെ ബ്രഹ്മചാര്യത്തിനെതിരായി തെറ്റു ചെയ്യുന്ന
ഈശോയുടെ സ്നേഹത്തെ വേദനിപ്പിക്കുന്ന വൈദികർക്ക് വേണ്ടി സ്വർഗത്തിന്റെ വേദന പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിനോട് പറയും. എന്നിട്ട് പറയും, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളോട് പറയണേ. ഫാത്തിമയിലെ ദർശനത്തിന്റെ സാരാംശം അതാ: ത്യാഗം, പരിഹാരം, പ്രാർത്ഥന. അങ്ങനെ ഇതെല്ലാം കേട്ട് ജസീന്ത മരണമടയും. ആളുകളോട് ഈ അറിയിപ്പുകളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഓർക്കും, പരിശുദ്ധ അമ്മയെ കണ്ട മക്കളല്ലേ, സ്വർഗത്തിന്റെ ദൂതികയോട് നേരിട്ട് സംസാരിച്ചവരല്ലേ, സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന്റെ തികവിനെ കണ്ടവരല്ലേ. ഇവരുടെ ജീവിതം എന്തുകൊണ്ട് ഈ ദുരിതത്തിലും ക്ലേശത്തിലുമായി? നമ്മൾ സ്വാഭാവികമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് ആരോഗ്യമല്ലേ ഉണ്ടാകേണ്ടത്, ദൈവത്തിന്റെ കൂടെയുള്ളവർക്ക് സമൃദ്ധി ഉണ്ടാകണ്ടേ? എന്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതിയെ കണ്ട പരിശുദ്ധ അമ്മയെ കണ്ട 2 മക്കള് രോഗബാധിതരായി മരിച്ചുപോയി? ആളുകളുടെ ഇടയിൽ തർക്കവും വിശ്വാസത്തിൽ ഇടർച്ചയുണ്ടായി. പക്ഷെ കാലം തെളിയിച്ചു സ്വർഗത്തിന് വേണ്ടി വേദനിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി ത്യാഗമെടുക്കേണ്ട, സ്വർഗത്തിലെ മക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ ഈ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ട കുറെ ആളുകളുടെ മാതൃകയായിരുന്നു ഈ 2 കുഞ്ഞുമക്കളും. തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി വേദനിക്കുന്ന ചില ആളുകൾ അവിടെ ഉയർത്തപ്പെട്ടു. നമുക്കറിയാം, ഫാത്തിമയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ 100ാമത് വാർഷികം നാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആഘോഷിച്ചല്ലോ, 2017. അന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ 2 കുഞ്ഞുങ്ങളെയും, ജസീന്തയെ, ഫ്രാൻസിസ്കോയെ, അൾത്താരയിലെ വണക്കത്തിനായി വിശുദ്ധരായി ഉയർത്തി. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂസി ആകട്ടെ ഒരു കോൺവെന്റിൽ ചേർന്നു. ലൂസി പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ സന്ദേശം അമ്മ നൽകിയത് ആളുകളോട് പറഞ്ഞു. വിമല ഹൃദയത്തിന്റെ ഭക്തി പ്രചരിപ്പിച്ചു. പരിഹാരമെടുക്കണം, പ്രാർത്ഥിക്കണം, ത്യാഗമെടുക്കണം എന്ന ആളുകളെ നിരന്തരം ഓർമ്മിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഭക്തിയുടെ പ്രചാരകയായി ലൂസിയ കോൺവെന്റിലും ആ പരിസര പ്രദേശത്തും ലോകമാസകലം മാറി. പിന്നീട് മരണമടഞ്ഞ ലൂസി ഇന്ന് വിശുദ്ധ പദവിയിലേക്കുള്ള നടപടിക്രമങ്ങളിലാണ്. വാഴ്ത്തപ്പെട്ടവളായ ഈ സിസ്റ്റർ ലൂസിയെ അൾത്താര വണക്കത്തിലേക്ക് ദൈവം ഉടനടി ഉയർത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ വിശുദ്ധ ബലിയിലും വിശ്വാസ പ്രമാണം ചൊല്ലുന്നതല്ലേ? എല്ലാ വിശുദ്ധ ബലിയർപ്പിക്കുമ്പോഴും ഞായറാഴ്ച ബലിയിലും തിരുനാളുകളിലും ഒക്കെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരല്ലേ? ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന 3 കാര്യങ്ങളില്ലേ, അത് വിശ്വസിക്കുമെന്ന് ഉറച്ചുകൊണ്ടല്ലേ നമ്മൾ ചൊല്ലുക? 1, നമ്മുടെ കർത്താവ് വീണ്ടും വരും. 2, നമ്മുടെ ശരീരത്തിന് ഒരു ഉയർപ്പുണ്ട്. 3, നിത്യമായൊരു ജീവിതമുണ്ട്. ഈ 3 കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിശ്വാസത്തോടു കൂടെ തന്നെയാണോ ചൊല്ലുന്നത്? വിശ്വാസ പ്രമാണത്തിലുള്ള ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യമാണ് കർത്താവ് വീണ്ടും വരും. സുവിശേഷത്തില് ഈശോയുടെ കാലത്ത് ഈശോ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ ശിഷ്യരും കേട്ടുനിന്ന ആളുകളും ചോദിക്കുന്നുണ്ട്, എന്നാണ് ഈശോയെ, എന്നാണ് ഗുരു വീണ്ടും ഈ കർത്താവ് വരിക? നമ്മൾ സുവിശേഷത്തിൽ ഒത്തിരി തവണ ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ കേൾക്കും. ഈശോ അവർക്ക് ഉത്തരം പറയുമ്പോഴുള്ള ചില സൂചനകൾ ഇപ്രകാരമാണ്. സുവിശേഷം പറയും, നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എപ്പോഴാണ് നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ചുള്ള സൂചനകളും മുന്നറിയിപ്പുകളുമായിട്ടാണ് വചനം തരിക. 2, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. അച്ഛനിത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ സൂചനകള്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം വായിച്ചെടുക്കുന്ന സൂചനകള്, നമ്മുടെ കർത്താവായ ഈശോ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങള്, നമ്മുടെ കർത്താവായ ഈശോ ശിഷ്യരോട് പറഞ്ഞ കാര്യങ്ങള് ഇന്ന് അച്ചട്ടായിട്ട് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 3, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. 4, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ പരസ്പരം ഒറ്റിക്കൊടുക്കും. 5, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അപ്പനെയും അമ്മയെയും തലക്കടിച്ചു കൊല്ലുന്ന, സഹോദരങ്ങളെ വേഷം കുഴിച്ചു കൊല്ലുന്ന, ഉറ്റപ്പെട്ടവരെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ നിഷ്കരണം കൊന്നുകൊള്ളുന്ന, ഒരു ബഹുമാനവുമില്ലാതെ ആളുകളെ പരസ്യമായി റോഡിലും വീടുകളിലും കയറി ചെന്ന് വധിക്കുന്ന ഒരു സമൂഹമല്ലേ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുക? 7, നോഹയുടെ കാലത്തെ പോലെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും കൊടുത്തും കഴിയും.
ഈശോയുടെ രണ്ടാം വരവിന് ഒരുക്കമായി മനുഷ്യരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും വരുന്ന വ്യതിയാനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം വരച്ചു കാണിക്കുക. കണ്ടോ, ഈ കാലഘട്ടത്തില് നാം ഈ പറഞ്ഞ വായിച്ചു കേട്ട നാം ഇപ്പോൾ കേട്ട ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ദർശനത്തെ പറ്റി അന്ത്യകാല പ്രവാചകയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും, അച്ഛനും പറയുന്ന അച്ഛനും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ കാലഘട്ടത്തെ പിടിച്ചു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിലെ മക്കളെ, ആത്മാക്കളെ രക്ഷിക്കണം. വേണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ രണ്ടാം വരവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈശോ നൽകുന്ന ചില മുന്നറിയിപ്പുകൾ കൂടി ഇങ്ങനെയാണ്. അതായത് ഭീകര സംഭവങ്ങളും ആകാശത്ത് വലിയ അടയാളങ്ങളും നിങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ കാണും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണും. കടലിന്റെയും തിരമാലകളുടെയും ഇടപെടൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. ആ പീഡനങ്ങൾക്ക് ശേഷം ആകാശത്തിലെ ശക്തികൾ ഇളകും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് താഴേക്ക് നിപതിക്കും. കർത്താവിന്റെ വചനം പറയുകയാണ്, മർക്കോസ് സുവിശേഷം അധ്യായം 13:32 തിരുവചനം, ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ പുത്രനോ മാലാകമാർക്കോ ആർക്കോ അറിവില്ല. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാല ഈ രണ്ടാം വരവിലേക്ക് നമ്മുടെ കർത്താവ് തന്റെ ആത്മാക്കളെ സ്വന്തമാക്കാൻ വരുന്ന ഈ വരവിലേക്ക്, ലോകത്തിലെ ആളുകളെ നീതിയോടെ വിധിക്കാൻ വരുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്ന പരിശുദ്ധ കന്യകാമറിയമെന്ന സർവ്വ സൈന്യാധിപയുടെ കരം പിടിച്ചുകൊണ്ടാണ് നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതെന്ന് അമ്മയുടെ ദർശനങ്ങളിലൂടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഫാത്തിമയുടെ ദർശനങ്ങളിലും അതിനു മുൻപും പിൻപും സംഭവിച്ച പ്രത്യക്ഷീകരണങ്ങളിലും ദർശനങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ ആളുകളോട്, ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ വിനാശത്തിന്റെ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക. 5-6 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ അക്കമിട്ട് പറയുന്നത് ഒന്നിങ്ങനെയാണ്. വിശുദ്ധ കുമ്പസാരം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നിന്റെ ഹൃദയത്തിൽ കുറിച്ചിടണം. വിശുദ്ധ കുമ്പസാരം, 2 വിശുദ്ധ കുർബാന, 3 ദൈവത്തിന്റെ വചനം, 4 ജപമാല, 5 ഉപവാസം, 6 വിക്ടിം സോൾസ്, ത്യാഗമേറ്റെടുത്ത് പരിഹാരമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമൂഹം. ആദ്യത്തെ നമ്മൾ പറഞ്ഞു വിശുദ്ധ കുമ്പസാരം. പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുമക്കളെ സ്വർഗത്തിന്റെ സന്ദേശം പറയാൻ ഇറങ്ങി വന്ന് അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കി, ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ കപടത പോലും, ചെറിയ ഈശോയ്ക്കെതിരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ പോലും, ചെറിയ ചിന്തകൾ പോലും, അതുപോലും മാറ്റിക്കളയാൻ സ്വർഗത്തിന്റെ ദൂതനെ വിട്ട് ഒരുക്കിയില്ലേ? അങ്ങനെ ആ ദൂതൻ മുട്ടുകുത്തി കുഞ്ഞുങ്ങളെ പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ലോകത്തിലെ തെറ്റ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരമെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ലോകത്തിനു വേണ്ടി പരിഹാരമെടുത്തു പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കാൻ, സ്വർഗത്തിന്റെ സ്വരം കേൾക്കാൻ അവർ യോഗ്യരായി തീർന്നു. ഈ കാലഘട്ടത്തിലും ഈശോ നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് നന്നായി കേൾക്കാൻ, സ്വർഗം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ, ഈ കാലഘട്ടത്തിന് യോജിച്ച വിശുദ്ധിയുള്ള മക്കളായി ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സഹായിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കുമ്പസാരം നിങ്ങൾ മുടക്കല്ലേ. കുമ്പസാരം അതിൻ്റെതായ ചിട്ടകളോടെ, ക്രമങ്ങളോടെ ഒരുങ്ങി, ശരീരത്തിലും മനസ്സിലും ഒരുങ്ങി കുമ്പസാരക്കൂട്ടിലേക്ക് നാം പ്രവേശിച്ചാൽ ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരിക കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാപം എന്താണെന്നും ഏത് രീതികളിലാണ് ഈ പാപത്തിന്റെ വഴികൾ, സാധ്യതകൾ എന്നും നമുക്കറിയാം. ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞിരുന്നിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ഈ പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പാപം തരുന്ന താൽക്കാലികമായ സുഖം. പിശാചിനറിയാം, ഈ സുഖം ഒരു തവണ മനുഷ്യൻ അനുഭവിച്ച അവനത് വേണ്ടെന്ന് വെക്കില്ല. അതുകൊണ്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചവൻ പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ ചുറ്റും അവനെ മതിപ്പിക്കുന്ന, അവനെ മോഹിപ്പിക്കുന്ന, അവന്റെ ചിന്തയെ ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റിക്കളയാൻ പറ്റുന്ന കാഴ്ചകളെ പിശാച് കൊണ്ടുവരും. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ, അങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള കൂട്ടുകാര് പിശാച് കൊണ്ടുവരും. ഇത് ബോധ്യത്തോടെ മനസ്സിലാക്കണം, ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം.
ജാഗ്രതയോടെ മാറ്റി നിർത്തണം. അങ്ങനെ വിശുദ്ധ കുംഭസാരത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമാക്കുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് എത്തുമെന്നല്ലാതെ എന്തുറപ്പാ പരിശുദ്ധ അമ്മ നമുക്ക് തന്നേക്കണത്? ഉറപ്പല്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത് പരിശുദ്ധ കുർബാന. പരിശുദ്ധ അമ്മയുടെ എല്ലാ ദർശനങ്ങളിലും ഈശോയിലേക്ക് തിരിയണമെന്നും ഈശോയുടെ സ്നേഹത്തിലേക്ക് വരണമെന്നും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കണില്ലേ? ഈ കുഞ്ഞുങ്ങളെ 3 പേരെയും സ്വർഗത്തിന്റെ ദൂത് പറയാൻ പരിശുദ്ധ അമ്മ തെരഞ്ഞെടുത്തപ്പോൾ ആദ്യം ഈശോയെ കൊടുത്തുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ സംസാരിക്കാൻ തുടങ്ങിയത്? സാത്താന്റെ എല്ലാവിധ ശക്തികളെയും തച്ചുടയ്ക്കുന്ന, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിട്ടുള്ള സകല ബന്ധനങ്ങളെയും തകർക്കാൻ പറ്റുന്ന ശക്തിയുള്ള അധികാരമുള്ള ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ അറിയണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദിവ്യകാരുണ്യ ഈശോ പൂർണ്ണമായും സത്യമായും മുഴുവനായും എഴുന്നള്ളിയിരിക്കുന്ന ഒരു കൂദാശയെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു ദിനം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സാധിക്കുമെങ്കിൽ ദിവ്യകാരുണ്യം വിശുദ്ധ ബലിയർപ്പിക്കാൻ ഓടിച്ചെല്ലണം. ഓടിച്ചെന്ന് ദിവ്യകാരുണ്യ ആൾത്താരയുടെ മുൻപിലേക്ക് ചേർന്ന് നിൽക്കണം. എനിക്ക് വേണ്ടി തൂക്കപ്പെട്ട, എനിക്ക് വേണ്ടി വേദനയെടുത്ത, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ജീവിച്ച ഒരു ഈശോ അൾത്താരയിൽ ആ വൈദികന്റെ, നിങ്ങളുടെ വികാരിയച്ഛന്റെയോ ബലിയർപ്പിക്കുന്ന വൈദികന്റെയോ കൈകളിലൂടെ അൾത്താരയിലേക്ക് ഇറങ്ങി വരണത് നിങ്ങൾ കാണണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കുംഭസാര കൂദാശയിലൂടെ നിർമ്മലമായ ഹൃദയവും ശരീരവുമുള്ള ഒരാൾ, വിശുദ്ധ കുംഭസാരത്തിലൂടെ ഒരുക്കപ്പെട്ട ഒരാൾ ഈ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ അവന്റെ ശക്തി എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ലോകത്തിന്റെ ഏത് ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന സൈന്യനിരയിലെ കരുത്തനായി അവൻ മാറ്റപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത് പരിശുദ്ധ അമ്മ പറയും, ദൈവവചനം ഇരുതല വാളിനെ പോലെ, ഇരുതല മൂർച്ചയുള്ള വാളിനെ പോലെ ശത്രുക്കളെ കീറി മുറിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം വായിക്കണം. അതിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ അറിയണം. ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 4 ജപമാല പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ എല്ലാ ദർശനങ്ങളിലും ഫാത്തിമ ദർശനത്തിലും ഊന്നി പറയുന്ന ഒരു കാര്യമല്ലേ ജപമാല പ്രാർത്ഥിക്കണം. ജപമാലയിലൂടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനത്തിന്റെ ധ്യാനം, നമ്മുടെ ഈശോ മിശിഹായുടെ ജീവിതത്തിന്റെ ധ്യാനം, നമ്മുടെ ഈശോ മിശിഹ നമുക്ക് വേണ്ടി ചെയ്ത കാരുണ്യത്തെയൊക്കെ ഓർക്കണം. ഈശോയുടെ ജീവിതത്തിലൂടെ ജപമാല മണിയിലൂടെ അമ്മയുടെ കൈപിടിച്ച് കടന്നു പോകണം. ജപമാല പിശാചിന്റെ തലക്കടിക്കുന്ന ശക്തമായ കൂടമാണെന്നും പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധമാണെന്നും അത് കഴുത്തിലണിയുമ്പോൾ ആ ആഭരണവും കയ്യിലെടുക്കുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള ആയുധമാണെന്നും എത്ര വിശേഷണങ്ങളാണ് വിശുദ്ധരും കത്തോലിക്ക സഭയും നൽകിയിട്ടുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കണം. അതിന്റെ ചാരമൂതി കത്തിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുദ്ധത്തിൽ നമുക്ക് നിൽക്കണം. 5 പരിശുദ്ധ അമ്മ പറയും ഉപവാസം. ഒരു കാട്ടുകുതിരയെ പിടിച്ച് മെരുക്കിയെടുത്തൊരു നാട്ടുകുതിരയാക്കുന്നൊരു പ്രക്രിയയുണ്ട്. അടക്കമില്ലാത്ത, ചിന്തയില്ലാത്ത, ലക്ഷ്യമില്ലാത്ത ഒരു കാട്ടുകുതിരയെ അതിനെ പരിശീലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് മാത്രം കുതിക്കാൻ, അതിനെ ചിട്ടവട്ടങ്ങളിലൂടെ ഓടാൻ, അതിന്റെ ലക്ഷ്യത്തെപ്പറ്റി ബോധ്യം കൊടുക്കാൻ ഒരു പരിശീലനത്തിലൂടെ കടത്തിവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ നോമ്പ് കാലത്ത് ക്രിസ്തുമസിന് ഒരുക്കമായിട്ടൊക്കെ നാം ചെയ്യുന്ന ഉപവാസത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ ശരീരം പല ആഗ്രഹങ്ങൾക്കും പിന്നാലെ ഓടുന്നതിനിടയിൽ, പല ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിനിടയിൽ നമ്മുടെ ഭവനത്തെ മാത്രം നോക്കി നമ്മുടെ ഈശോയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ തിരിച്ചു നിർത്തുന്ന ഒരു പരിഹാരത്തിന്റെ പ്രക്രിയ. അത് കേവലം ഭക്ഷണം മാറ്റിവെക്കുന്നത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങൽ, ചില കാഴ്ചകളിൽ നിന്നുള്ള പിൻവാങ്ങൽ, ചില ഇഷ്ടങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങൽ, ചില ആളുകളിൽ നിന്നുള്ള പിൻവാങ്ങൽ, ചില വസ്തുക്കളിൽ നിന്നുള്ള പിൻവാങ്ങൽ, ചില സുഖ സൗകര്യങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങൽ. ഈ ഉപവാസം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഫാത്തിമയിലും എല്ലാ ദർശനങ്ങളിലും പരിശുദ്ധ അമ്മ ദർശനം ലഭിക്കുന്ന ആളുകളോട്, ലോകത്തോട് വിളിച്ചു പറയുക. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി 6 വിക്ടിം സോൾസ്, അതായത് ത്യാഗമെടുക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പരിഹാരം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം സ്വർഗത്തിന് വേണം. പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളോട് പറയും, ബഹുഭൂരിപക്ഷം ആളുകൾക്കും സ്വന്തം കാര്യം നോക്കാനേ സമയമുള്ളൂ.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കാനോ സമയമില്ല. സ്വന്തം സുഖം, സ്വന്തം സുഖം, സ്വന്തം സന്തോഷം, മറ്റുള്ളവരെ പരിഗണിക്കാത്തൊരു കാലഘട്ടത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ഈ 3 കുഞ്ഞുമക്കൾക്കും പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തൽ കൊടുക്കുക. പരിഹാരമെടുത്ത് മുട്ടുകുത്തി ത്യാഗത്തോടെ പ്രാർത്ഥിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അന്ത്യകാല സൈന്യത്തിലേക്ക് നമ്മളും ചേർക്കപ്പെടുമ്പോൾ നിങ്ങൾ അറിയണം, ഇങ്ങനെ ത്യാഗമെടുക്കുന്ന കുറെ വിശുദ്ധാത്മാക്കളെ സ്വർഗത്തിന് വേണം. അമ്മ പറയുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. വിശുദ്ധ കുർബാന, കുംഭസാരം, ദൈവവചനം, ജപമാല പ്രാർത്ഥന, ഉപവാസം, അതോടൊപ്പം തന്നെ വേദനയെടുത്ത് പരിഹാരമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളുടെ നിരത്തിലേക്ക് നമുക്കും ചേരാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ സൈന്യാധിപയോട് ചേർന്ന് അന്ധകാര ശക്തികൾക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം. കരുത്തരായ സൈന്യത്തിൽ നമുക്ക് അണിചേരാം. ഫാത്തിമ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന ചിന്തകൾ അതുതന്നെയാണ്. പ്രാർത്ഥിക്കണം, പരിഹാരമെടുക്കണം, പരിത്യാഗ പ്രവൃത്തികളിലൂടെ കടന്നു പോകണം. വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ ലോകത്തിന്റെ തിന്മകൾക്ക് മേൽ വരും, ശിക്ഷാവിധികളും മാറിപ്പോകും. ഈ കുഞ്ഞുമക്കൾ അങ്ങനെ ത്യാഗമെടുത്ത് സ്വർഗത്തെ പ്രാപിച്ചതുപോലെ, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായതുപോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാം, ത്യാഗമെടുക്കാം, ഉപവസിക്കാം, ദൈവത്തെ സ്വന്തമാക്കാം. നമ്മുടെ ത്യാഗപ്രവൃത്തികൾ വഴി സ്വർഗത്തിന്റെ അനുഗ്രഹം ഈ ലോകത്തിലേക്ക് വിളിച്ചു വരുത്താം.